ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങി മലയാളത്തിന്റെ അഭിമാനം മോഹൻലാൽ. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ 5 അവാർഡുകളുമായി മലയാള തിളക്കം. ആയുഷ്മാൻ ഭാരത് ദൌത്യത്തിലൂടെ പൊതുജനാരോഗ്യ മേഖലയിൽ ഇന്ത്യ വിപ്ലവത്തിന് സാക്ഷ്യം വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ മൊത്തം സൌരോർജ്ജ ശേഷി 3343 ജിഗാവാട്ടിലേക്ക് എത്തിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ദീപാവലി ഛട്ട് ഉത്സവങ്ങളോടനുബന്ധിച്ച് 12,000 പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. 10ാമത് ദേശീയ ആയുർവേദ ദിനം സമുചിതമായി ആഘോഷിച്ച് രാജ്യം. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. നാളെ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. വാർത്തകൾ വിശദമായി. മലയാള സിനിമയ്ക്ക് അഭിമാന നിമിഷം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നടൻ മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം സമ്മാനിച്ചു. ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടന്ന 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് വിതരണ ചടങ്ങിലാണ് രാഷ്ട്രപതി പുരസ്കാരം സമ്മാനിച്ചത്. Legendary actor, director and producer Shri Mohan Lal is being honoured with Dada Saheb Phalke Award for the year 2023 in the 71st National Awards. स्वागत करें पद्मश्री पद्म भूषण से सम्मानित श्री मोहन लाल जी का. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നതായി പുരസ്കാരം ഏറ്റുവാങ്ങിയ മോഹൻലാൽ പറഞ്ഞു. എന്റെ ആത്മാവിന്റെ സ്പന്ദനമാണ് സിനിമ. To be honest, I never dared to dream of this moment, not even in my wildest dreams. And so this is not a dream come true. This is something far greater. It's magical. It's sacred. I dedicate it to the vibrant Malayalam film industry and to the discerning, intelligent audience of Kerala who have nurtured our art with love and insight. ചിതയിലായിരുന്നു പോയതുമല്ലോ ചിരമനോഹരമായ പൂവിത്. രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാര നേട്ടത്തിൽ മോഹൻലാലിനെ അഭിനന്ദിച്ചു. മോഹൻലാൽ മികച്ച നടനാണെന്ന് ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയും മികച്ച നടിക്കുള്ള പുരസ്കാരം റാണി മുഖർജിയും ചടങ്ങിൽ ഏറ്റുവാങ്ങി. മലയാള സിനിമയ്ക്ക് 5 പുരസ്കാരങ്ങളാണ് ലഭിച്ചത്. മികച്ച സഹനടനുള്ള പുരസ്കാരം വിജയരാഘവനും സഹനടിക്കുള്ള അവാർഡ് ഉർവശിക്കും രാഷ്ട്രപതി സമ്മാനിച്ചു. മികച്ച മലയാള ചിത്രത്തിനുള്ള പുരസ്കാരം ഉള്ളൊഴുക്കിന്റെ സംവിധായകൻ ക്രിസ്റ്റോ ടോമി ഏറ്റുവാങ്ങി. മികച്ച എഡിറ്റിംഗിനുള്ള അവാർഡ് മിഥുൻ മുരളിക്കും നോൺ ഫീച്ചർ സിനിമാ വിഭാഗത്തിൽ MK രാംദാസിനും പുരസ്കാരം സമ്മാനിച്ചു. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഇന്ന് 7 വർഷം പൂർത്തിയാക്കി. 2018 സെപ്റ്റംബറിൽ ഝാർഖണ്ഡിലെ റാഞ്ചിയിലാണ് പദ്ധതി ആരംഭിച്ചത്. ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സർക്കാർ ധനസഹായമായ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ 12.37 കോടി കുടുംബങ്ങൾക്കാണ് പരിരക്ഷ നൽകിയത്. ആയുഷ്മാൻ ഭാരത് ദൌത്യത്തിലൂടെ പൊതുജനാരോഗ്യ മേഖലയിൽ ഇന്ത്യ വിപ്ലവത്തിന് സാക്ഷ്യം വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആയുഷ്മാൻ ഭാരത് ദൌത്യം ഭാവി ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് ഉയർന്ന നിലവാരവും താങ്ങാനാവുന്ന വിലയിലും ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതായും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. വികസിത് ഭാരത് ബിൽഡത്തൺ 2025 കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. യുവാക്കൾക്കിടയിൽ സർഗാത്മകത, സ്വാശ്രയത്വം എന്നിവ വളർത്തിയെടുക്കുക എന്നതാണ് സംരംഭത്തിന്റെ ലക്ഷ്യം. നീതി ആയോഗിന്റെ അടൽ ഇന്നൊവേഷൻ മിഷനുമായി സഹകരിച്ച് വിദ്യാഭ്യാസ മന്ത്രാലയം അടുത്ത മാസം 13-നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയുടെ മൊത്തം സൌരോർജ്ജ ശേഷി 3343 ജിഗാവാട്ടിലേക്ക് എത്തിയതായി കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ന്യൂഡൽഹിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോളാർ എനർജി തയ്യാറാക്കിയ സോളാർ പൊട്ടൻഷ്യൽ റിപ്പോർട്ട് ചടങ്ങിൽ പുറത്തിറക്കി. റിപ്പോർട്ട് ഇന്ത്യയുടെ സൌരോർജ്ജ സാധ്യതയുടെ മാതൃകയാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ വർഷം ജൂലൈയിൽ EPFOയിൽ 21 ലക്ഷം പേർ കൂടി അംഗങ്ങളായതായി കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 5.55% വർധന. ഇതിൽ 9 ലക്ഷത്തിലേറെ പേർ പുതിയ അംഗങ്ങളാണെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ദീപാവലി ഛട്ട് ഉത്സവങ്ങളോടനുബന്ധിച്ച് 12,000 പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. അടുത്ത മാസം 1 മുതൽ നവംബർ 15 വരെ പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് ശ്രീ വൈഷ്ണവ് അറിയിച്ചു. 10ാമത് ദേശീയ ആയുർവേദ ദിനം സമുചിതമായി ആഘോഷിച്ച് രാജ്യം. ഗോവയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയിൽ നടന്ന പരിപാടി കേന്ദ്ര ആയുഷ് സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനതല ദിനാചരണവും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാനത്തെ യോഗ ക്ലബ്ബുകൾ 500-ൽ നിന്ന് 10,000-ലേക്ക് ഉയർത്തിയതായി മന്ത്രി പറഞ്ഞു. യോഗ പരിശീലനവുമായി ബന്ധപ്പെട്ട് മൊബൈൽ ആപ്ലിക്കേഷനും ചടങ്ങിൽ പുറത്തിറക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനിൽ സജീവമായി പങ്കാളികളാകാൻ രാജ്യത്തെ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂട്ടായ ഉത്തരവാദിത്തത്തെയും ദേശാഭിമാനത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണ് ക്യാമ്പയിനെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മറ്റന്നാൾ രാവിലെ 8 മണിക്ക് സ്വച്ഛതാ ഉത്സവിലും അതുമായി ബന്ധപ്പെട്ട ശുചീകരണ പരിപാടികളിലും പങ്കെടുക്കാൻ അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 11 വർഷത്തിനിടെ പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജനയിലൂടെ രാജ്യത്തെ യുവാക്കളെ ശാക്തീകരിച്ചതിനെക്കുറിച്ചാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയായ സേവാ പർവിൽ ഇന്ന്. രാജ്യത്തെ യുവാക്കളുടെ ശാക്തീകരണം ലക്ഷ്യം വെച്ച് 2015 ജൂലൈ 15-നാണ് പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന ആരംഭിച്ചത്. യുവതലമുറയ്ക്ക് നൈപുണ്യ പരിശീലനം നൽകുന്നതിനൊപ്പം ഇതിനായി പുതിയ മന്ത്രാലയം ആരംഭിക്കാനും സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. इंडस्ट्री में डिमांड होने के बावजूद, नौजवानों में टैलेंट होने के बावजूद स्किल डेवलपमेंट न होने से युवाओं के लिए नौकरी पाना अत्यंत कठिन हो गया. हमने स्किल डेवलपमेंट के लिए अलग मंत्रालय बनाया. യുവതലമുറയ്ക്ക് നൈപുണ്യ പരിശീലനം നൽകുന്നതിനൊപ്പം ആഗോളതലത്തിൽ അംഗീകാരം ഉറപ്പാക്കുന്നതിനും സ്കിൽ ഇന്ത്യ മിഷൻ സഹായിക്കുന്നു. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. രാത്രി 8-ന് അബുദാബി ഷെയ്ഖ് സയ്യിദ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം നാളെയാണ്. നിലവിൽ ഗ്രൂപ്പ് എയിൽ 6 പോയിന്റുമായി 1-ാം സ്ഥാനത്താണ് ഇന്ത്യ. കൊൽക്കത്തയിൽ കനത്ത മഴ തുടരുന്നു. നഗരത്തിന്റെ പല ഭാഗങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ശക്തമായ മഴയിൽ വൈദ്യുതാഘാതമേറ്റ് 9 പേർ മരിച്ചു. റോഡ്, റെയിൽ, മെട്രോ സർവീസുകൾ തടസ്സപ്പെട്ടു. നിരവധി എക്സ്പ്രസ് മെയിൽ ട്രെയിനുകൾ റദ്ദാക്കി. മലയോര മേഖലകളിൽ ഒഴികെയുള്ള സ്കൂളുകൾക്ക് നാളെയും മറ്റന്നാളും സർക്കാർ അവധി പ്രഖ്യാപിച്ചു. UN പൊതുസഭയുടെ 80ാമത് സെഷന്റെ ഭാഗമായുള്ള ഉന്നതതല ചർച്ചയ്ക്ക് ഇന്ന് ന്യൂയോർക്കിൽ തുടക്കമാകും. ഈ ആഴ്ച നീണ്ടുനിൽക്കുന്ന സെഷനിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ലോക നേതാക്കൾ പങ്കെടുക്കും. ഗാസ, ഉക്രൈൻ അധിനിവേശങ്ങളും പലസ്തീൻ രാഷ്ട്രവാദവും ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ചർച്ചയാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പൊതുസഭയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കും. വേൾഡ് ഫുഡ് ഇന്ത്യ 2025 ഈ മാസം 25 മുതൽ 28 വരെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. 100-ലേറെ വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കും. രാജ്യത്തിന്റെ ഭക്ഷ്യ സംസ്കാരം ലോകത്തിന് പരിചയപ്പെടുത്തുകയും മേഖലയിൽ കൂടുതൽ നിക്ഷേപം ആകർഷിക്കുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ പറഞ്ഞു. ഇന്ത്യയെ ആഗോള ഭക്ഷ്യ കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള സുപ്രധാന വേദിയായ വേൾഡ് ഫുഡ് ഇന്ത്യ 2025 പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചുള്ള ലേഖനം പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. GST ഘടനാ പരിഷ്കാരങ്ങൾ നിലവിൽ വന്നതോടെ രാജ്യത്ത് നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ 400-ലധികം ഉൽപ്പന്നങ്ങൾക്ക് വില കുറഞ്ഞു. GST നികുതി ഘടന 5%, 18% എന്നിങ്ങനെ 2 സ്ലാബുകളാക്കി ചുരുക്കുന്ന പരിഷ്കാരം ഇന്നലെ മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക് ദൂരദർശന്റെയും ആകാശവാണിയുടെയും മുഴുവൻ ശൃംഖലകളിലും പരിപാടി ലഭ്യമായിരിക്കും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നരേന്ദ്രമോദി ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും ഈ മാസം 26 വരെ പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങി മലയാളത്തിന്റെ അഭിമാനം മോഹൻലാൽ. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ 5 അവാർഡുകളുമായി മലയാള തിളക്കം. ആയുഷ്മാൻ ഭാരത് ദൌത്യത്തിലൂടെ പൊതുജനാരോഗ്യ മേഖലയിൽ ഇന്ത്യ വിപ്ലവത്തിന് സാക്ഷ്യം വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ മൊത്തം സൌരോർജ്ജ ശേഷി 3343 ജിഗാവാട്ടിലേക്ക് എത്തിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ദീപാവലി, ഛട്ട് ഉത്സവങ്ങളോടനുബന്ധിച്ച് 12,000 പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. 10ാമത് ദേശീയ ആയുർവേദ ദിനം സമുചിതമായി ആഘോഷിച്ച രാജ്യം. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ശ്രീലങ്കയ്ക്കെതിരെ പാകിസ്ഥാൻ ബൌളിംഗ് തിരഞ്ഞെടുത്തു. നാളെ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.